നെക്സ്റ്റ് ക്ലാസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെന്റൽ എബിലിറ്റിയുടെ ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് മെന്റൽ എബിലിറ്റി ക്ലാസ്സസിലെ മറ്റൊരു സെഷനായ നമ്പർ പാറ്റേൺ എന്ന് പറയുന്ന വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ പാറ്റേൺ ക്വസ്റ്റ്യൻസിന്റെ ഒരു കോമൺ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് തരും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇടയിലായിരിക്കാം നമ്പർ ഒന്ന് മിസ്സിംഗ്, അല്ലെങ്കിൽ അവസാനത്തിൽ ഒരു നമ്പർ മിസ്സിംഗ് ആയിട്ടുള്ളത് കാണിക്കാം. ആ മിസ്സിംഗ് നമ്പർ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്പർ പാറ്റേൺ ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് ഒരു പ്ലേസ് വാല്യൂ, ആൽഫബറ്റിന്റെ പ്ലേസ് വാല്യൂ കാണിച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടെത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. അതേപോലെ നമ്പർ പാറ്റേണില് സാധാരണ സിമ്പിൾ നമ്പേഴ്സ് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസുകളായിരിക്കും സാധാരണ ചോദിക്കാറുള്ളത്. കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക സാധാരണ രണ്ട് നമ്പേഴ്സുകൾ തമ്മിലുള്ള സ്ക്വയർഡ് വാല്യൂ അല്ലെങ്കിൽ അവരുടെ ക്യൂബ് വാല്യൂ, ഇവര് തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോ കോമൺ ആയിട്ട് വരുന്ന, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനഃപ്പാടമാക്കി വെക്കേണ്ടതാണ്, വെക്കാൻ പറ്റുന്നതാണ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ വാല്യൂ, ക്യൂബുകളുടെ വാല്യൂ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 മുതൽ 10 വരെ. 8 നോക്കി കഴിഞ്ഞാൽ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആയിരിക്കും, ക്യൂബ് എന്ന് പറയുന്നത് 512 ആയിരിക്കും എന്നുള്ള ലിസ്റ്റ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ മറ്റേ ആൽഫബറ്റിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പ്ലേസ് വാല്യൂന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ ഇത് നമുക്ക് നമ്മുടെ റഫ് പേപ്പറിൽ എഴുതി വയ്ക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കി നോക്കാം. നമ്മളെ നമ്പർ പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അടുത്ത രണ്ട് പ്ലേസ് വാല്യൂസ് തമ്മിലുള്ള മൈനസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്, ഐ മീൻ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ഉദാഹരണത്തിന് സെക്കൻഡ് പ്ലേസ്, ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി മാത്രം, ഇത് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, P3, P4, P5 എന്ന് പറഞ്ഞ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അതില് നമുക്ക് P2 മൈനസ് P1 കാൽക്കുലേറ്റ് ചെയ്യും. P2 മൈനസ് P1, 2 മൈനസ് 1 1 ആണ് ആൻസർ. Then P3 മൈനസ് P2 എത്രയാണ് വരുന്നത്? 6 മൈനസ് 2 4 ആണ്. P4 മൈനസ് P3 എത്രയാണ് വരുന്നത്? 15 മൈനസ് 6 9 ആണ് ആൻസർ വരുന്നത്. P5 മൈനസ് P4 എത്രയാണ് വരുന്നത്? 31 മൈനസ് 15 16 ആണ് ആൻസർ വരുന്നത്. ആ നമ്പേഴ്സുകളെല്ലാം ഒന്ന് നോക്കൂ. 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ, 4 എന്ന് പറയുന്നത് 2 സ്ക്വയർ, 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ, 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ. സ്വാഭാവികമായി നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? 5 സ്ക്വയർ ആയിരിക്കും അവിടെ ആൻസർ വരിക. 5 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. അതായത് P6ഉം P5ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടണം? ഇതാണ് നമ്മുടെ P6 എന്ന് പറയുന്ന ലൊക്കേഷൻ. P6 മൈനസ് P5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 നമുക്ക് ആൻസർ കിട്ടണം. P5 നമുക്ക് അറിയാം 31 ആണ്, ഇവിടെ എഴുതാം 31 ആണ്. P6 ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Then ആൻസർ 25 ആണെന്ന് നമുക്കറിയാം. Then P6 equal to 25 plus 31 56. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് രണ്ടാമതൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. തന്നിട്ടുള്ള നമ്പേഴ്സ് ശ്രദ്ധിക്കാം. 0 7 26 63 124. നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് 7 മൈനസ് 0 കാൽക്കുലേറ്റ് ചെയ്ത് 7, 26 മൈനസ് 7 കാൽക്കുലേറ്റ് ചെയ്ത് 90. ഇതിലേക്കൊക്കെ പോകാം. പക്ഷെ അതിന് മുമ്പ് നോക്കൂ, ഈ നമ്പേഴ്സുകളൊക്കെ നമുക്ക് കണ്ടുപരിചയമുള്ള ആൾക്കാരാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സീരീസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ആദ്യത്തെ നമ്പർ നോക്കൂ, 0 1 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ്. ദെൻ സെക്കൻഡ് നമ്പർ 7 8 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ്. 27 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 26 കിട്ടും. 64 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 63 കിട്ടും. 125 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ 124 കിട്ടും. Then സ്വാഭാവികമായിട്ട് 218 മൈനസ് 1 217 എന്നുള്ളതായിരിക്കും ആൻസർ വരിക. നമുക്ക് 217 ആണ് ആൻസർ വരിക. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ചാർട്ട് നമുക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് സീരീസ് തന്നിട്ടുണ്ട് 127 125, ഒരു നമ്പർ മിസ്സിംഗ് ആണ് 829. ഒന്ന് നോക്കി നോക്കൂ, ഈ നമ്പർ നമ്മുടെ സീരീസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. 1 വന്നിട്ടുണ്ട്, 27 വന്നിട്ടുണ്ട്,
125 വന്നിട്ടുണ്ട്, 829 വന്നിട്ടുണ്ട്. Then നോക്കൂ 1 3 5 7 9 ഈ സീരീസിലല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 7 ന്റെ നമ്പർ ഏതാണോ അതായിരിക്കണം നമ്മുടെ ആൻസർ വരുന്നത് 343. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ. അടുത്തൊരു സീരീസ് നമുക്ക് നോക്കാം. കാണുമ്പോൾ നമുക്ക് വീണ്ടും പരിചയമുള്ള നമ്പേഴ്സ് തന്നെയാണ്. 9 സ്ക്വയർ റൂട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3 ആണെന്ന് കിട്ടും. 25 × 5, 49 × 7, 121 × 11. ഇതെല്ലാം നമ്മുടെ ചാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. 9 3 25 5 അങ്ങനെ നമുക്ക് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്പർ ആണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇത്രയും നേരം നമ്മുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ലാസ്റ്റിലുള്ള നമ്പേഴ്സ് ഒക്കെയാണ് മിസ്സിംഗ് നോക്കിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്പർ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കി ഈ നമ്പേഴ്സുകൾക്കൊക്കെ ഒരു പ്രത്യേകത. 3 ആയാലും 5 ആയാലും 7 ആയാലും 11 ആയാലും നമുക്ക് നോക്കാം. 3 5 7 നെക്സ്റ്റ് നമ്പർ 9, അതായത് 81 ആയിരുന്നു ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ 1 ആൻസർ വരുമായിരുന്നു. 1 3 5 7 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റിന്റെ അതേ ഓർഡർ തന്നെയാണ് അവിടെ പോയിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 81 അല്ല കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 121 ആണ്. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ 1 3 5 7 9 ആ സീരീസിലല്ല പോകുന്നതെന്ന് ഓർമ്മിക്കാം. മറ്റൊരു ഓപ്ഷൻ ഈ 3 5 7 11 നമ്പറുകൾക്കൊക്കെ ഉള്ള ഒരു കോമൺ പ്രത്യേകതയാണ് 1 ആയാലും 3 ആയാലും 5 ആയാലും 7 ആയാലും പിന്നെ 11 ആക്കി ആയി കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ വാല്യൂസ് ആണ് ഈ സീരീസിൽ നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് പ്രൈം നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ എത്രയാണോ, സ്ക്വയർ വാല്യൂ എത്രയാണോ, 4 ആണ്. ആ 4 ആയിരിക്കും മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. കൺഫ്യൂസിംഗ് ആണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. ഇവിടെ 81 ആയിരുന്നു തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് ഒന്നും എഴുതായിരുന്നു. 1 3 5 7 9 അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയർഡ് വാല്യൂ ആണ് പോകുന്നത്. അതേസമയം ഇവിടെ 121 തന്നിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം, അത് പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2ന്റെ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക.